Good morning. Good morning. Good morning. Good morning. Good morning. ചലഞ്ച് ഒക്കെ കൊടുത്തോ എല്ലാവരും? ക്വസ്റ്റ്യൻ പേപ്പറിലെ കൊടുക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തോളൂ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 9 10 11 12 13 14 15 16 17 18 ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം ഇൻകറക്റ്റ് ആയിട്ടും ഓപ്ഷൻസ് ഒക്കെ തിരിഞ്ഞും ഒക്കെ വന്നിട്ടുള്ളത് 18 ക്വസ്റ്റ്യൻ. ഇത്രയും മോശമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ PSC മാത്രമേ കഴിയുള്ളൂ. അല്ലേ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷനെ വളരെ മോശമായിട്ട് അപമാനിക്കുന്ന രീതിയിലാണ് PSC ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ ഇത്രയും ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. രണ്ടാമത്തെ കാര്യം 18 ക്വസ്റ്റ്യൻ വരെ തെറ്റാണ്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ളത് നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കാം, അല്ലേ? അത്രയും മോശമായിട്ടാണ് PSC ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മാർക്കൊക്കെ ഒരുപാട് പേരുടെ കുറയും. കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ HSST ആണ് ഇതുപോലെ 13 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തത്. അതിൽ 5 ചോദ്യം കറക്റ്റായിരുന്നു, ഒരു ആവശ്യമില്ലാണ്ട് ക്യാൻസൽ ചെയ്തതാണ്. അതൊക്കെയാണ് പ്രശ്നം. പഠിച്ചവരും പഠിക്കാത്തവരൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇഷ്യൂ ആണ്. കഴിഞ്ഞ പറഞ്ഞ പോലെ HSST ക്വസ്റ്റ്യൻ പേപ്പറിൽ 13 ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ ക്യാൻസൽ ചെയ്തത്. അതിൽ 5 ചോദ്യം കറക്റ്റായിരുന്നു. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ക്യാൻസൽ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ടൈപ്പിംഗ് എറർ, മിസ്റ്റേക്ക്, ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകളായിട്ട് ആണ് അത് ക്യാൻസൽ ചെയ്തത്. ക്യാൻസൽ ചെയ്യാൻ കൊടുത്താൽ PSCക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും കറക്റ്റ് അല്ലെങ്കിൽ. അതുപോലെ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, ഓപ്ഷൻ D എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ ഓപ്ഷൻ ഇല്ല. D ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ D ഓപ്ഷൻ്റെ ആവശ്യമില്ല, അത് ക്യാൻസൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. സത്യം പറഞ്ഞാൽ ആൻസറൊക്കെ അതിനകത്തുണ്ട്, പക്ഷെ ഓപ്ഷൻ D ഇല്ല എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്താൽ അത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ കൃത്യമായിട്ട് കൊടുക്കണ്ടേ. അതായത് ഒരു തവണ പോലും വെരിഫൈ ചെയ്യാതെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അതങ്ങോട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പർ ആക്കിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തു പോവാം. ഇനി എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ ഈ സെഷനിൽ ചെയ്ത് തീരില്ല, അധികം നേരമൊന്നും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ഒരു സെഷനും കൂടെ നമുക്ക് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോവാണ് ചോദ്യങ്ങൾ. 21ാമത്തെ ചോദ്യം, ഇത് കോഡ് A ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. അതിൽ 21ാമത്തെ ചോദ്യം മുതലാണ് നമ്മുടെ ആൻസർ ഉണ്ടായിരുന്നത്. അത് മുതലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് 2n × n-1 ആണ് നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ്, അല്ലേ? റിഫ്ലെക്സീവ് റിലേഷൻസ് in a set with n elements.
n എലമെന്റ്സ് ഉള്ള സെറ്റിൽ 2n² - n. അതാണ് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുവരെ അങ്ങനെ PSC ചെയ്യാത്തൊരു കാര്യമാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒട്ടുമിക്ക ക്വസ്റ്റ്യനും ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ അതേപോലെ കൊടുത്തിട്ടുള്ളത്. ആ ഫോണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കഴിഞ്ഞ HSST നോൺ വൊക്കേഷണൽ ടീച്ചർ എക്സാം ലാസ്റ്റ് എഴുതിയ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഇതുപോലൊരു ഫോണ്ടിലാണ് അന്നത്തെ പരീക്ഷയും വന്നത്. അന്നത്തെ എക്സാമിന്റെ കട്ട് ഓഫ് 57. HSST പരീക്ഷയുടെ കട്ട് ഓഫ് 57.something ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത്. ഇതേ സെയിം ഫോണ്ടിലായിരുന്നു അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായത്. 2024 നടന്ന പരീക്ഷ. കട്ട് ഓഫ് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ എക്സാമിന്റെ ഓരോ യൂട്യൂബ് ചാനലിലും ഓരോരുത്തർ ഇങ്ങനെ പടച്ചു വിടുന്നതാണ്. കട്ട് ഓഫ് എങ്ങനെയാണ് പ്രവചിക്കുക? ഈ കുട്ടികളുടെ മാർക്കൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് കിട്ടിയോ? ഒരു മാർക്ക് കിട്ടിയിട്ട് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര % ആൾക്കാരെ എടുക്കണം എന്നുള്ള PSCയുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് കട്ട് ഓഫ് പറയുക, അതെങ്ങനെയാണ് ഒരാൾക്ക് പോസിബിൾ ആവും? എന്നോടൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കട്ട് ഓഫ് എത്ര വരുന്നത്, കട്ട് ഓഫ് ഒന്നും എത്ര വരുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ ഇനിയിപ്പോൾ 18 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമോ അത് മാറ്റുമോ എന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത്ര മാർക്ക് വരെ കിട്ടും തന്നെ പറയാൻ പറ്റില്ല. അപ്പം അതൊക്കെ വെറുതെയാണ്. അതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടും എടുത്ത് പറയുന്നതാണ്. കട്ട് ഓഫ് ഒന്നും ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല. കട്ട് ഓഫ് നിങ്ങൾ എല്ലാ റിസൾട്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയാണ് കട്ട് ഓഫ്. കട്ട് ഓഫ് കൂടുമോ കുറയുമോ അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഓരോ ജില്ലയിലും ഓരോ കട്ട് ഓഫ് അല്ലേ, അങ്ങനെ കോമൺ ആയിട്ടൊരു കട്ട് ഓഫ് പറയാം. ഇപ്പം ഇവിടെ 2n × n - 1 ആണ് നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് ഇൻ n എലമെന്റ് സെറ്റ്. ഇവിടെ n+1 എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2n + 1 × n+1 - 1 എന്താ വരിക? 2n × n+1 ആയിരിക്കും നമ്പർ ഓഫ് റിലേഷൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. ഓക്കെ, അടുത്തത് 22ാമത്തെ ചോദ്യം. ഡിവിഷൻ എന്ന് പറയുന്ന റിലേഷൻ ഓൺ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് അല്ല. കാരണം 2 ഡിവൈഡ്സ് 4, ബട്ട് എന്ത് പറയാൻ പറ്റില്ല, 4 ഡിവൈഡ്സ് 2 എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ സിമ്മട്രിക് അല്ല, പക്ഷെ ട്രാൻസിറ്റീവ് ആണ്. 2 ഡിവൈഡ്സ് 4 ആൻഡ് 4 ഡിവൈഡ്സ് 8, ദാറ്റ് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് 8 എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് പിന്നെ 2 ഡിവൈഡ്സ് 2 എന്നും പറയാലോ അല്ലെ. എവരി എലമെന്റ് ഡിവൈഡ്സ് ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസിറ്റീവ് ആൻഡ് റിഫ്ലെക്സീവ് എന്നാണ് പറയാൻ പറ്റുക. അത് ഓപ്ഷൻ സി ആണ്, അതും കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ, റൈറ്റ്. ഞാൻ അടുത്തത് 23ാമത്തെ ചോദ്യം. F and G be functions from R to R such that f of x equal to 2x and g of x equal to x square. What is fg എന്നാണ് ചോദിച്ചിട്ടുള്ളത്. fg of x എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇറ്റ് ഇസ് f of x into g of x, അതായത് 2x into x square, 2x cube. അത് തന്നെയാണ് ആൻസറും. ഓപ്ഷൻ എ. അത് തെറ്റൊന്നുമില്ല. കോമ്പോസിഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അതിനകത്തില്ല. കാരണം കോമ്പോസിഷൻ f കോമ്പോസിഷൻ g എന്ന് തന്നെ ചോദിക്കും. fg of x എന്ന് ചോദിച്ചാൽ അത് f into g തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. കറക്റ്റാണ് ആൻസർ. 24ാമത്തെ ചോദ്യം ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. y equal to f of x എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. x+2 കൊടുക്കും, x+3 കൊടുക്കും, x കണ്ടുപിടിക്കും. x is y - 3. അപ്പോൾ f ഇൻവേഴ്സ് ഓഫ് x എന്താണ്? x - 3 ആണ്. f ഇൻവേഴ്സ് ഓഫ് x is x - 3. 24 ഓപ്ഷൻ എ. അതും കറക്റ്റ് ആണ്, അതിലും കുഴപ്പങ്ങളൊന്നുമില്ല. 25ൽ ഇതിന്റെ റൂട്ട്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ റൂട്ട്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. b² - 4ac കണ്ടുപിടിച്ച് നോക്കാം. 2 × a + b the whole square. ഓക്കെ, -4 × a എന്ന് പറയുമ്പോൾ 2a² + b² × c എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഇതാണ് വാല്യൂ. അപ്പോൾ 4a² + b² + 2ab
വേണമെങ്കിൽ ഐഡന്റിറ്റി ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. -8a² - 8b². എന്ത് വന്നു? 4a² + 4b² + 8ab -8a² - 8b² എന്ന് വന്നു. ഇതിലെ 8ab -4a² - 4b² എന്ന് നമുക്ക് എഴുതാം. -4 ഔട്ട്സൈഡ് എടുത്താൽ a² + b² - 2ab എന്ന് കിട്ടും അല്ലേ? -4 into a - b the whole square is always less than 0. ഓൾവേസ് ലെസ് ദാൻ 0 എന്ന് പറയാം. ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഇവിടെ റൂട്ട്സ് ഇമാജിനറി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് 25ാമത്തെ ചോദ്യം. ഇതിന്റെ ചാലഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ ചാലഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റ് അല്ലേ ആൻസർ? 25 ഓപ്ഷൻ സി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും തന്നെ ഇതിൽ മാറ്റാനില്ല. ഇത് ചാലഞ്ച് ചെയ്താൽ വെറുതെ ആവുകയുള്ളൂ. PSC അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ക്വസ്റ്റിനും ചാലഞ്ച് ചെയ്ത് ഓൾവേസ് A = B യോ? പിന്നല്ലാണ്ട് ഇത് ലെസ് ദാൻ 0. ഇപ്പൊ എയും ബിയും ഈക്വൽ ആവുന്ന കേസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. എയും ബിയും ഈക്വൽ ആവുന്ന കേസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. എന്താ സംഭവിക്കുക? എയും ബിയും ഈക്വൽ ആണെന്ന് വിചാരിക്കും. ഇവിടെ എന്താ ഉണ്ടാവുക? ഇത് 0 ആയിട്ടാണ് വരിക. റിയൽ വാല്യൂസ് ആണ് കിട്ടുക. ഇതിന് റൂട്ട്സ് A ≠ B എന്നുള്ളൊരു കണ്ടീഷൻ തരണം അല്ലേ? പക്ഷെ എന്നാലും ക്യാൻസൽ ആവാൻ സാധ്യതയില്ല. 0 വരുന്ന കേസ് അല്ലേ പറയണേ? ഡിസ്ക്രിമിനന്റ് 0 ആവുന്ന കേസ് ഉണ്ടാവും എന്നല്ലേ പറയണേ? മൈനസ് വരുന്നോണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ക്യാൻസൽ ആവാൻ സാധ്യതയില്ല. വേണമെങ്കിൽ കൊടുക്കാം. നൺ ഓഫ് ദ എബോവ് എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ഓൾവേസ് ഇമാജിനറി ആവില്ല. ഇമാജിനറി ആവാം, അല്ലെങ്കിൽ ഈക്വൽ ആവാം എന്നുള്ള കേസ് വേണമെങ്കിൽ കൊടുക്കാം. കൊടുക്കാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ. ശരിയാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. AB ഈക്വൽ ആവാം എന്നുള്ള ക്ലോസ് ഇതിനകത്ത് വെച്ചാൽ 0 ആയിരിക്കും. ഓക്കെ, അത് A - B വന്നതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും A + B ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇത് എയും ബിയും ഈക്വൽ ആയിട്ട് കേസ് വരുമ്പോൾ എന്തായിരിക്കും വരിക? അല്ല, അത് അങ്ങോട്ടൊന്നും നമ്മൾ ചിന്തിക്കുക വേണ്ടെന്നേ. അങ്ങോട്ടൊന്നും നമ്മൾ ചിന്തിക്കുക വേണ്ട. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കണ്ടീഷനിലേ ചോദിക്കണേ. റിയൽ നമ്പേഴ്സിലൊക്കെ ഇമാജിനറി കോംപ്ലക്സ് നമ്പേഴ്സിൽ റിയൽ നമ്പർ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ഇതിന്റെ റൂട്ട്സ് എങ്ങനെയുള്ള റൂട്ട്സ് ആണ്? റിയൽ ആൻഡ് ഈക്വൽ, റിയൽ ആൻഡ് ഇറാഷണൽ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ. റിയലും ഈക്വലും ആവുന്ന കേസ് എങ്ങനെയാണെന്ന് അറിയാം. റിയലും ഇറാഷണലും ആവുന്ന കേസ് എപ്പോഴാണെന്ന് നമുക്കറിയാം. റിയലും റാഷണൽ ആവുന്ന കേസ് എപ്പോഴാണെന്ന് അറിയാം. ഇമാജിനറി ആവുന്ന എപ്പോഴാണെന്ന് അറിയാം. അതാണ്, അല്ലാണ്ട് അതിൽ കൂടുതൽ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിൽ കോംപ്ലക്സ് ആൻഡ് ഈക്വൽ റൂട്ട്സ്, ഈക്വൽ റിയൽ റൂട്ട്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. A = B ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 0. അങ്ങനെ ഒരു കേസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ക്യാൻസലിംഗ് ക്ലെയിം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതൊരു അങ്ങനെ കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്താൽ നമ്മളത് റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് കൊടുത്ത് അത് ക്യാൻസൽ ചെയ്യിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ എല്ലാം ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അടുത്ത് നോക്കൂ നമുക്ക്. 26ാമത്തെ ചോദ്യം. 26ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? സം ഓഫ് ദ റൂട്ട്സ് -1 ആണെന്ന് പറയുന്നുണ്ട്. സം ഓഫ് ദ റൂട്ട്സ് -1 ആണെന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താണെന്ന് ചോദിക്കുന്നത്. സം ഓഫ് ദ റൂട്ട്സ് എന്താണ് ശരിക്കും? സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് -b/a ആണ് അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എ. -b/a ആണ് സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ -2 + 3 ഡിവൈഡഡ് ബൈ p + 1 ദാറ്റ്സ് ഈക്വൽ ടു -1 വരും. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2p + 3 = p + 1 എന്ന് കിട്ടും. p ഈസ് ഈക്വൽ ടു -2 എന്ന് വരും അല്ലേ? പിന്റെ വാല്യൂ -2 എന്നാണ് നമുക്ക് കിട്ടുക. ശരിയല്ലോ?
ആ പി എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് സി ബൈ എ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. സി എന്ന് പറയുന്നതിൽ 3p + 4 ഡിവൈഡഡ് ബൈ p + 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -6 + 4 ഡിവൈഡഡ് ബൈ -2 + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ബൈ -1 വിച്ച് ഇസ് 2 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഇതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഈ ചോദ്യത്തിലും മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇവിടെയും 26 ഓപ്ഷൻ സി തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് ആൻസർ കീയിൽ. 27ാമത്തെ ചോദ്യം. 27ാമത്തെ ചോദ്യം. There are 3 cycles to be distributed among 5 children. If no children gets more than 1 cycle, then this can be done in how many ways? ഇവിടെയാണ് നമുക്ക് തർക്കമുള്ളത് അല്ലേ? പല ആളുകൾക്കും ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസർ കീയിൽ PSC കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി എന്നാണ്, 60 വേസ് എന്നാണ്. ഇത് ശരിക്കും പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് 3 പീജിയൻ ഹോളും 5 പീജിയനും. അപ്പോൾ അവിടെ എത്ര രീതിയിൽ നമുക്ക് ആ പീജിയൻസിനെ ഈ പീജിയൻ ഹാളിൽ ഫില്ല് ചെയ്യാം എന്ന് ചോദിച്ചാൽ പെർമ്യൂട്ടേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുക. 5p3 ആണ് യൂസ് ചെയ്യുന്നത്. 60 ആണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വേണേലും ഇത് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 10 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക, 5c3. ഓക്കെ, ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചലഞ്ച് ചെയ്താൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുകയുള്ളൂ, അല്ലാണ്ട് കറക്റ്റ് ചെയ്തിട്ട് 10 ആക്കി തരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോവുകയേ ചെയ്യുള്ളൂ. ഇത് ചലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ളൊരു ചോദ്യമായിരിക്കും അല്ലേ? 27ാമത്തത് ശരിയല്ലേ? ഇത് നിങ്ങൾ ചലഞ്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഇത് ചലഞ്ച് ചെയ്താൽ ചിലപ്പോൾ ക്യാൻസൽ ആവും ക്വസ്റ്റ്യൻ. അല്ലാണ്ട് ഇതിലിപ്പോൾ കറക്റ്റായിട്ട് ആൻസർ വരാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഈ 60 വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് 60 നമുക്ക് പറയാം. ഇവിടെ 3 സൈക്കിൾസ് 5 സ്റ്റുഡൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 5p3 നമുക്ക് യൂസ് ചെയ്യാം, 60 കിട്ടും. ഇനി അതെല്ലാം കോമ്പിനേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഒന്നും എഴുതിയില്ല. കോമ്പിനേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 5c3 ആണ് കിട്ടുക. 5c3 is 10. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന, ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആണ് ഇതിൽ ഡിഫറൻ്റ് ആയിട്ട് വരിക. 28ാമത്തെ ചോദ്യം നോക്കൂ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. x² + y² - 2ax - 2ay + a² = 0 എന്ന് പറയുന്നത് x² + y² - 2ax - 2ay + a² = 0 എന്ന് പറയുന്ന ചോദ്യത്തിൽ g² f² സിയോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ടച്ചസ് ബോത്ത് ദ എക്സ് ആൻഡ് വൈ ആക്സിസ്, 2 ആക്സിസിനെയും സർക്കിൾ ടച്ച് ചെയ്യും. 28ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. ഇതിൽ കറക്ഷൻ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ജി എന്ന് പറഞ്ഞാൽ -a ആണ്, എഫ് എന്ന് പറഞ്ഞാൽ -a ആണ്, g² a² വരും, f² - a² വരും, വിച്ച് ഇസ് ഈക്വൽ ടു സി. ഓക്കെ, രണ്ടിനെയും ടച്ച് ചെയ്ത് പോകും. 29ാമത്തെ ചോദ്യം നോക്കൂ. The dimensions of the cuboid are 1:2:3 and the total surface area is 88. അതായത് ഇവിടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ L is some x എന്ന് എടുക്കാം നമുക്ക്, ആൻഡ് B is some 2x എന്ന് എടുക്കാം, ആൻഡ് H is some 3x എന്ന് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 times LB plus LH plus BH എന്ന് പറയുന്നതാണ് 88 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചോളൂ. ഇവിടെ 2 × 2x plus x into 2 × 2x അല്ല, x into 2x plus x into 3x plus 2x into 3x equal to 88/2 is 44 അല്ലേ? അപ്പം എന്ത് വരും? 2x², 3x², 6x², 11x² എന്ന് പറഞ്ഞാൽ 44 എന്ന് കിട്ടും.
എക്സ് സ്ക്വയർ ഇസ് 4, എക്സ് ഇസ് 2. പോസിറ്റീവ് വാല്യൂ ആയിട്ട് 2 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ ഇവിടെ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ ലെങ്ത് ഇസ് 2 ആൻഡ് ബ്രെഡ്ത്ത് ഇസ് 4 ആൻഡ് ഹൈറ്റ് ഇസ് 6. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക. 2, 4, 6. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. 29 ഓപ്ഷൻ എ തന്നെയാണ് PSC കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 29. 30ാമത്തെ ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഓഫ് സർഫസ് ഏരിയ ഇസ് 96 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് 6a² എന്ന് പറയുന്നത് 96 സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ക്യാൻസൽ ചെയ്ത് പോയത്. ഞാൻ പറഞ്ഞില്ലേ, HSST പരീക്ഷയിൽ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ക്യാൻസൽ ആയി പോയത്. പക്ഷെ ഓൺലൈൻ എക്സാം ആയിരുന്നു കുറച്ചും കൂടെ. 13 ചോദ്യങ്ങളാണ് അതിൽ ക്യാൻസൽ ചെയ്ത് പോയത്. അതിലൊരു ചോദ്യം ഈ ടൈപ്പൊക്കെ ചോദ്യമായിരുന്നു ക്യാൻസൽ ചെയ്ത് പോയത്. ഇതിപ്പോൾ സർഫസ് ഏരിയ ക്യൂബ് വരില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. പക്ഷെ ഒരാൾ തുനിഞ്ഞിറങ്ങി ക്യാൻസൽ കൊടുത്താൽ അത് ക്യാൻസൽ ആക്കണം. വേറെ ഓപ്ഷൻ ഇല്ല PSCക്ക്. 96 സെന്റിമീറ്റർ ക്യൂബ് ഒരിക്കലും ഇതിന്റെ സർഫസ് ഏരിയ വരില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. അതാ പറഞ്ഞു, ഇതൊക്കെ പോയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും ക്യാൻസൽ ചെയ്യാൻ കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അല്ലേ. ഓക്കെ, അതൊന്നും നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ കൊടുക്കില്ല എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ ഓപ്ഷൻ നിവർത്തിയൊന്നുമില്ല. ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യാൻ കൊടുത്താൽ നമ്മളെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പോവുകയും ചെയ്യും. ഇപ്പൊ A² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. സോറി, A² 16 അല്ലേ. എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം വോളിയം A³ 64 സെന്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിലും ഓപ്ഷൻ ആൻസർ കീയിലും 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ഞെട്ടിപ്പോരുത് കേട്ടോ. നിങ്ങൾ ഞെട്ടരുത് എന്ന് പറയുകയാണ് ഞാൻ ആദ്യം. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. ദർ ഇസ് എൻ എറർ ഇൻ ക്വസ്റ്റ്യൻ. 31. The students in a class are divided into groups of 3, 2, 5 and 6. What is the least number of children in the class can have? അതായത് 2, 3, 5, 6 എന്ന ഗ്രൂപ്പുകളാക്കിയിട്ട് നമുക്ക് കുട്ടികളെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ആ ക്ലാസ്സിൽ എത്ര കുട്ടികൾ വേണം എന്നാണ് ചോദിക്കുന്നത്. എത്ര കുട്ടികൾ വേണം? ഇതിന്റെ LCM ആണ് എടുക്കേണ്ടത് അല്ലേ. ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ക്ലാസ്. ഇതിന്റെ LCM എടുത്താൽ മതി. 31ന്റെ ഉത്തരം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ്, കറക്റ്റ് തന്നെയാണ്. 2, 3, 5, 6 ഇതിന്റെ LCM എടുത്താൽ 2, 3, 6ന്റെ LCM 6 ആണ്. പിന്നെ 5 കൂടെ ഉണ്ട്. 5ന്റെ 6ന്റെ LCM 30 ആണ്. ഓക്കെ, പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഇത്രയും സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 3, 2, 3, 5 and 6 അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും കുട്ടികൾ ഉണ്ടായാൽ പോരെ മിനിമം എന്നൊരാൾ ചോദിക്കേണ്ടായിരുന്നു. 16 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആൻസറിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 16 ഇല്ല, 15 കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ആ വഴിക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, LCM തന്നെ എടുക്കണം. 31. 32ാമത്തെ ചോദ്യം നോക്കൂ. How many people among how many people may 429 kilogram of rice and 715 kilogram of wheat can be equally divided? ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ HCF ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. HCF കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് വലിയ നമ്പറാണ് ഇതിൽ കിട്ടുക. പക്ഷെ കുറച്ചും കൂടെ കോമൺ നമ്പർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആരെ എടുക്കാം? 13നെ എടുക്കാം. 13 ഇതിൽ ആൻസർ വരിക. അതായത് 13 കൊണ്ട് നമുക്ക് ആരെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ല ശരിക്ക്. 13 അല്ലാണ്ട് വേറെ നമ്പറുകൾ ഉണ്ട് കേട്ടോ. 13 കൊണ്ട് നമുക്ക് 429നെയും 715നെയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, HCF എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടറിൽ ഏറ്റവും വലുതാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ
നമുക്ക് 13 ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, 32. 33ാമത്തെ ചോദ്യം. ഇത് PSC കൊടുത്തിരിക്കുന്ന ആൻസറും ഇത് തന്നെയാണ് കേട്ടോ. 32ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 33. The remainder when 3 raised to 101 is divided by 7. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ചലഞ്ച് ചെയ്യാൻ വേണ്ട ഒരു ചോദ്യമാണ്. തീരുമാനമായനെ. അതെ, 11 കൂടി ഉണ്ടായിരുന്നെങ്കിൽ പണിയായനെ. അത് വേറെ കാര്യം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തർക്കമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ. ഇവിടെ ശരിക്കും HCF ആണ് വേണ്ടത് ആ ക്വസ്റ്റ്യനിൽ അല്ലേ. HCF ആണ് ശരിക്കും എടുക്കേണ്ടത്. ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 33ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി എന്നാണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ബി അല്ല, 5 ആണ് നമുക്കറിയാം അല്ലെ. ഫെർമാറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. 3ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 7 ഒരു പ്രൈം നമ്പർ ആണ്. ഫെർമാറ്റ് തിയറം അനുസരിച്ച് 3 raised to 6 is congruent to 1 mod 7 നമുക്ക് എഴുതാം. 6 into 16 ആണ് 96 വരും അല്ലേ. അപ്പോൾ 3 raised to 96 is congruent to 1 mod 7 എന്ന് വരും. അത് 101 ആക്കാൻ 3 raised to 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 3 raised to 5 മൾട്ടിപ്ലൈ ചെയ്യാം. 3 raised to 5 mod 7. ഓക്കെ, ഇനി നിങ്ങൾ ഇത് 101 ആയി. 3 raised to 101 ആയി. ഇനി എന്ത് ചെയ്താൽ മതി? 3 raised to 5ന്റെ റിമൈൻഡർ നോക്കിയാൽ മതി. 3 raised to 5ന്റെ റിമൈൻഡർ നോക്കുമ്പോൾ 3 square 9 ആണ്. 3 square is congruent to 2 mod 7 എന്ന് പറയാം അല്ലേ. ഇനി 3 raised to 5 ആക്കാൻ 3 raised to 5 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 cube അല്ല, ഇത് കറക്റ്റ് ആയിട്ട് വരിക ചെയ്യുക. നിങ്ങൾ കറക്റ്റ് അല്ലേ കൊടുക്കാൻ പോകണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക കേട്ടോ. ഇത് ക്യാൻസൽ ആവില്ല. ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുക. എല്ലാ ക്വസ്റ്റിനും ഇപ്പോൾ ക്യാൻസൽ ചെയ്യല്ല ചെയ്യുക. കറക്റ്റ് ആൻസർ ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുക. നിങ്ങൾ പഠിക്കണ്ട. അവിടെ നമുക്ക് 3 raised to 4 കൊടുത്തു നോക്കിയാൽ എന്ത് വരിക? 3 raised to 4 is congruent to ഇതെന്തായി മാറും? 3 square മൾട്ടിപ്ലൈ ചെയ്താൽ 3 square is again 2 ആണ് റിമൈൻഡർ വരിക അല്ലേ. 3 സ്ക്വയറിന്റെ റിമൈൻഡർ 2 ആണ്. അപ്പോൾ ഇവിടെ 2 കൂടെ വരും. അപ്പോൾ ടോട്ടൽ 4 വരും. 4 mod 4 7 കിട്ടും. ഇനി നമുക്ക് 3 raised to 5 ആക്കാൻ ഒരു 3 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 raised to 5 കോൺഗ്രുവന്റ് ടു ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ 12 വരും. 12 mod 7 എന്നാ കിട്ടുക. ഇനി ആ 12 mod 7 12 കോൺഗ്രുവന്റ് ടു 5 mod 7 ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൻസർ വരിക 5 ആണ്. വേറെ രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ആൻസർ കിട്ടുക 5 ആണ്. അത് ആരെങ്ങനെ ചെയ്താലും 5 കിട്ടുള്ളൂ, വേറെ ആൻസർ കിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ കൊടുക്കരുത്. ഇത് ആൻസർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. PG ഇല്ലാത്തവർക്ക് അങ്ങനെ പരീക്ഷ നോക്കേണ്ടി വരും. ഇനി അങ്ങനെ ഒരു പരീക്ഷ മാത്സ് കഴിഞ്ഞ ആളുകൾക്ക് PG ഇല്ലാത്ത ആളുകൾക്ക് വരുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ഒരു പരീക്ഷ വരുന്നുണ്ട്. പക്ഷെ അതിൽ ഫിസിക്സ് നിങ്ങളൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഡിഗ്രിക്ക് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവണം. മാത്സ് ക്വാളിഫിക്കേഷൻ ആൾക്കാർക്ക് എഴുതാം. അതാണ് ഇപ്പോൾ അടുത്ത് വരാനുള്ള ഒരു പരീക്ഷ. അതല്ലാണ്ട് പിന്നെ വേറെ നോക്കണം, ഡിപ്പെൻസ്. അപ്പം ഇത് കറക്ഷൻ കൊടുക്കാനുള്ള ചോദ്യമാണ് 33. 34ാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്താണെന്ന് ചോദിക്കുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഈസ് ഡിറ്റർമിനന്റ് എ റേസ് ടു n - 1. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഈസ് ഡിറ്റർമിനന്റ് എ റേസ് ടു n - 1. ഡിസംബറിൽ വിളിക്കും എന്നൊക്കെ പറയേണ്ട HSST സാധ്യത കാണുന്നുണ്ട്. നമ്മളെന്തായാലും 15-ാം തീയതി മുതൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം HSST കേട്ടോ. ഇത് കറക്ഷൻ ഒന്നും ഇല്ലാത്ത 34ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 35. A is a symmetric matrix. The adjoint of A is asymmetric ആണെങ്കിൽ adjoint of A എന്താണ് എന്നാണ് ചോദിക്കുന്നത്. adjoint A എന്താണ്? സിമെട്രിക് ആണ്. സിമെട്രിക് ആണ്.
മെർജിങ് ടൈം എടുക്കില്ല, ഇനിയും ടൈം എടുക്കും. PSC അതിൻ്റെ രീതിയിൽ പരീക്ഷകളൊക്കെ നടത്തിപ്പോകും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം എന്നുള്ളത്. എന്തായാലും HSST പരീക്ഷ എന്തായാലും ഉണ്ടാവുമല്ലോ, അതില്ലാണ്ടിരിക്കില്ല. HST ആണ് നിർത്തുക, മനസ്സിലായോ? HSST പരീക്ഷ നടക്കും. HSST പരീക്ഷയുടെ ക്രൈറ്റീരിയ മാറ്റം എന്നേ ഉണ്ടാവുള്ളൂ. അതായത് അവരെവിടെ പഠിപ്പിക്കണം എന്നുള്ള ക്രൈറ്റീരിയ മാറ്റം എന്നേ ഉണ്ടാവുള്ളൂ. HST പരീക്ഷ ഇനി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. HSST എന്തായാലും ഉണ്ടാവും. അതായത് HSSTക്കാർ, അതായത് സെക്കൻഡറി ടീച്ചേഴ്സ്, പേര് മാറുണ്ടാവും, സെക്കൻഡറി ടീച്ചേഴ്സ്. അതെ, എക്സാം നടത്തിയാലും ഇപ്പോൾ അഡ്വൈസ് കൊടുക്കണമെന്നില്ലല്ലോ. എക്സാം വെറുതെ ഒരു പ്രവർത്തനം പോലെ നടത്താം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിലെ നമ്മുടെ സ്റ്റുഡൻസ് കുറച്ച് പേർക്ക് അഡ്വൈസ് വന്നിട്ടപ്പോൾ നമുക്കൊരു സെക്കൻഡ് റാങ്ക് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം വന്ന ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ച് പേർക്ക് അഡ്വൈസ് വന്നു. HST ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 പേര് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബാച്ചിലുണ്ടായിരുന്നവർ ഇപ്പോൾ അവർ അഡ്വൈസ് വന്നിരിക്കുന്നുണ്ട്. കാസർഗോഡ് ഫസ്റ്റ് റാങ്ക്, അതുപോലെ പാലക്കാട് 9th റാങ്ക് ഒക്കെ വന്നിട്ടുള്ള, HSTയിൽ റാങ്ക് വന്നിട്ടുള്ള ആൾക്കാർ HST അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പോയിൻമെന്റ് നടക്കാൻ താമസ സൗകര്യം ഉണ്ട്, എന്നാലും നടക്കും അല്ലേ. അപ്പോൾ ഇത് സിമെട്രിക് ആണ്, ഇതിലും കുഴപ്പമൊന്നുമില്ല, ഈ ക്വസ്റ്റ്യനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ എക്സാമുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആകെ മടുപ്പ് തോന്നുന്നത് അല്ലേ. സത്യമാണ്, നമ്മൾ പഠിക്കുന്ന ആൾക്കാർക്കും പഠിപ്പിക്കുന്ന ആൾക്കാർക്കും മൊത്തത്തിൽ മടുപ്പ് തോന്നുന്നത് ഇതുപോലത്തെ പരീക്ഷകളൊക്കെ നടത്തുമ്പോഴാണ്. 18 ക്വസ്റ്റ്യൻ എയറിൽ നിൽക്കുക, അത്രയും വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ 18 ആവില്ല, ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ പരീക്ഷയൊക്കെ നടത്തുമ്പോഴാണ് നമ്മളിതൊക്കെ എന്തിനാണ് നടത്തുന്നതെന്ന് നമുക്ക് തോന്നിപ്പോണത്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പരീക്ഷ എഴുതിയാലേ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുറത്താണ് അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് 36ാമത്തെ ചോദ്യം, ഡിറ്റർമിനന്റ്. സിമ്പിൾ മെട്രിക്സിന്റെ ചോദ്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടിച്ചില്ല അല്ലേ, എളുപ്പമായിരുന്നു ഒരു വിധപ്പെട്ട ചോദ്യങ്ങളെല്ലാം. സാധാരണ മെട്രിക്സ് ആണ് നമ്മളെ കുറച്ചധികം ബുദ്ധിമുട്ടിക്കുക. അതാണ് ഒറ്റ ചോദ്യം. അത് മാത്രം എത്രയൊക്കെ ടോപ്പിക്കുകൾ അതിനകത്ത് ഒഴിവാക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ടോപ്പിക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ലിസ്റ്റ്, ഞാൻ അങ്ങനെ ഇരുന്ന് നോക്കി കഴിഞ്ഞ ദിവസം. എന്തിനാണ് നമ്മളതൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? കുറെ ടേമുകൾ നമ്മൾ പഠിച്ചത് എന്തിനാണ്? പിന്നെ എന്തത്ര സംശയം, ഇത്രയും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ PSCക്ക് തന്നെയല്ലേ പണി. നമ്മൾ കൊടുക്കുന്നു, PSC ക്യാൻസൽ ചെയ്യുന്നു, അല്ലാണ്ട് വേറെന്താ ഓപ്ഷൻ? അത് ആലോചിക്കണം നിങ്ങൾ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൻസർ കീ ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടില്ല അല്ല. ഈ എക്സാം ഒന്നും നടത്തില്ല, അതൊന്നും നടത്തില്ല. അതിന് വല്ല ക്രമക്കേടുകളൊക്കെ നമ്മൾ ആരോപിക്കണം. അങ്ങനെ പ്രശ്നം നടന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആരോപിച്ചാൽ അത് ക്യാൻസലായിട്ട് വേറെ എക്സാം നടത്തുള്ളൂ. എക്സാമൊന്നും നടത്തില്ല. ആർക്കൊക്കെ താഴത്തേക്ക് ഇങ്ങനെ കുറച്ച് വന്ന് 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഇടുമല്ലോ PSC. നമ്മൾ പഠിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇതിൽ ക്വസ്റ്റ്യൻസിന്റെ ഭാഗം തന്നെ ചോദിക്കാത്ത ഇഷ്ടം പോലെ ടോപ്പിക്കുകളുണ്ട് ഇതിൽ. അതിൻ്റെ അടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 37ാമത്തെ ചോദ്യം. ഇതാണ് കുറച്ചൊന്ന് സമയം നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക ചെയ്യാനായിട്ട്. അതല്ലാതെ ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും പ്രശ്നമില്ല. അതെ, ക്രമക്കേടല്ല, വിവരക്കേടാണ്. അതാണ് നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഇതിന് നല്ല രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കില്ലേ, ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് ഇല്ലേ. ഇതിലും നല്ല രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും, ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട്. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ. ഇതൊക്കെ ഒരു എന്താ പറയാ, ഏതോ തിരക്ക് പിടിച്ച ഒരാളെ കൊണ്ട് ഉണ്ടാക്കിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ചെക്ക് ചെയ്യാനോ റീചെക്ക് ചെയ്യാനോ ഒന്നും സമയമില്ലാത്ത. പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ഇതിൽ റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്തുക. R1ഉം R2 ഞാൻ ആദ്യം ഇന്റർചേഞ്ച് ചെയ്തു. ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ 1 0 1 1 കിട്ടി. 0 1 -3 -1 3 1
0 to ഒരുപാട് പി എസ് സി ചെയ്തെന്ന് കുറ്റം പറഞ്ഞിട്ടാണ് പോകുന്നത്. എൻ്റെ കൈ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. പി എസ് സി ചോദിക്കുന്നുണ്ടാവും, ഇയാൾ അവിടെ ഇരുന്നിട്ട് രാവിലെ മുതലേ ഞങ്ങൾ ചീത്ത പറയണോ. കൈ നല്ല വേദന ഉണ്ട്. കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഇന്നലെ. രാവിലെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തു, ഇനി ഉച്ചയ്ക്ക് പോകണം. ഇത് ഭയങ്കര ക്ഷീണമാണ് ഈ ആൻറ്റിബയോട്ടിക് കയറുമ്പോഴേ. അപ്പോൾ ഇതിൽ കൺവേർഷൻ ഇനി R3 ചേഞ്ചസ് ടു R3 മൈനസ് 3R1, അതുപോലെ R4 ചേഞ്ചസ് ടു R4 മൈനസ് R1. ഇത് രണ്ടും എടുക്കാം. അതെ അതെ അതെ, ഇത്രയൊന്നും ബുദ്ധിമുട്ട് അവർക്കില്ലല്ലോ. 0 1 1 0 1 മൈനസ് 3 മൈനസ് 1, പിന്നെ ഇത് മൈനസ് ചെയ്യുക. 3 മൈനസ് 3 0, 1 മൈനസ് 3 ആൻഡ് 1 അല്ലേ? അല്ല, മൈനസ് 1, 2 മൈനസ് 3 മൈനസ് 1 ആകുക. പിന്നെ 1 മൈനസ് 1 0, 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 3 മൈനസ് 1 അല്ല, ഇതൊക്കെ ഐഡന്റിക്കൽ ആണ്. 1 2 3. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ക്യാൻസൽ ആയി പോകും. ഇത് മാത്രമേ നോൺ സീറോ ആയിട്ടുണ്ടാവുള്ളൂ. റാങ്ക് 2. മെട്രിക്സിൽ ആകെ ചെയ്യേണ്ട ഒരു ചോദ്യം ഇതായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, വലിയ ബുദ്ധിമുട്ടിക്കാത്ത. 37. ഇതിലും മിസ്റ്റേക്സ് ഒന്നുമില്ല. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. റാങ്ക് 38ാമത്തെ ചോദ്യം. The system of linear equation is consistent if the coefficient and the argument matrix have the same rank. അല്ലേ? കോഎഫിഷ്യന്റ് മെട്രിക്സിനും എക്കും എ ബിക്കും സെയിം റാങ്ക് ആയിരിക്കണം, എന്നാലേ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുള്ളൂ. സെയിം റാങ്ക്, സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുള്ളൂ. ഓക്കെ. 39ാമത്തെ ചോദ്യം. Eigen values of a skew symmetric matrix are 0 or purely imaginary. 0 അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി ആണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ്. ഇതൊക്കെ കറക്റ്റ് ആണ്, ഇതിലൊന്നും മിസ്റ്റേക്കുകളില്ല. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് പ്യുവർലി ഇമാജിനറി ഓർ റിയൽ ആണ്. 40ാമത്തെ ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. a square minus 5a a square minus 4a minus 5y is 0 ആണ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ആയിരിക്കും. ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. a square മൈനസ് ട്രേസ് ഓഫ് ദി മെട്രിക്സ് 4a പ്ലസ് ഡിറ്റർമിനന്റ് 3 മൈനസ് 8 ഇൻറ്റു i ഈക്വൽ ടു 0 എന്നാണ് വരിക. a square മൈനസ് 4a മൈനസ് 5y is 0. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. അതിലും കുഴപ്പങ്ങളില്ല. അങ്ങനെ മെട്രിക്സ് വളരെ സിമ്പിളായിട്ട് ഒഴിഞ്ഞു പോയി അല്ലേ. എനിക്ക് മെട്രിക്സിന്റെ കാര്യത്തിലാണ് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പരീക്ഷയൊക്കെ എഴുതിയ ആൾക്കാർക്ക് അറിയുണ്ടാവും, മെട്രിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളെ കുറേ സമയം കളയിച്ച ചോദ്യം. ഓക്കെ, ഇതെന്ത് ചെയ്യണം? ഡയറക്റ്റ് ചോദ്യമാണ്. ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ -2 പ്ലസ് 2 0 ബൈ 8 മൈനസ് 9 മൈനസ് √9 മൈനസ് 3 മൈനസ് 3 0 വരും. ഇത് 0/0 ഫോമാറ്റ് ആണ് വരിക. അപ്പോൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1 ബൈ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2 √x² പ്ലസ് 5 ഇൻറ്റു 2x എന്ന് വരും അല്ല. എക്സിന് -2 കൊടുത്താൽ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇത് താഴെ 2 ഉണ്ടാവും. അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ √9 ബൈ -2 3/2 എന്ന് കിട്ടും. -3/2 ഓപ്ഷൻ എ. അതും കറക്റ്റ് ആണ്. അതിലും മിസ്റ്റേക്കുകളൊന്നുമില്ല. അതും കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. +2 41. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊന്നും വലിയ കുഴപ്പമുള്ള ചോദ്യങ്ങളല്ല. 42ാമത്തെ ചോദ്യം. രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ സമ്മ്. മോഡ് x - 1 കണ്ടിന്യൂസ് ആണ്, സൈൻ എക്സും കണ്ടിന്യൂസ് ആണ് അല്ലെ. രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ സമ്മ് കണ്ടിന്യൂസ് ആണ്. എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്കറിയാം.
അത് കറക്റ്റാണ്. ആൻസർ 42 കുഴപ്പമൊന്നുമില്ല. ഓപ്ഷൻ ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 43ാമത്തെ ചോദ്യം, ഇതും ഒന്ന് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ് അല്ലേ? എന്നാലും ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ dy ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ് എഴുതേണ്ടത്. ഇപ്പോൾ dy ബൈ ഡി ടി എടുക്കുമ്പോൾ 1/2 റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു എ കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് എ കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു കോസ് ഇൻവേഴ്സ് ടിയുടെ ഇൻറ്റു ലോഗ് ഉണ്ട്. പിന്നെ കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് 1/√1 - t സ്ക്വയർ ഇത്രയും വരും. ഓക്കെ, അതുപോലെ ഡി എക്സ് ബൈ ഡി ടി ഇത് തന്നെയാണ് കിട്ടുക. 1/2 റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി log a ഇൻറ്റു 1/√1 - t സ്ക്വയർ. ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഡിവൈഡ് ചെയ്യുമ്പോൾ dy ബൈ ഡി എക്സ് ഇസ് dy ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ എ കട്ട് ടു കട്ട് ചെയ്ത് പോകും. പിന്നെ ലോഗ് കട്ട് ചെയ്ത് പോകും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. മുകളിൽ മൈനസ് ഉണ്ടാവും. മൈനസ് എ ബൈ റൂട്ട് ഓഫ് കോസ് ഇൻവേഴ്സ് ടി. റൂട്ട് ഓഫ് കോസ് ഇൻവേഴ്സ് ടി നമുക്ക് y എന്ന് എഴുതാമല്ലോ. അപ്പോൾ എ കോസ് ഇൻവേഴ്സ് ടി ബൈ ഇത് y എന്ന് എഴുതി ഞാൻ, റൂട്ട് ഉള്ളതുകൊണ്ട്. ഇനി അതിനെ ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം നമുക്ക്. ഇത് എക്സ് ആക്കി എഴുതാം. ഈ സാധനത്തിന് റൂട്ട് ഉള്ളതുകൊണ്ട് ഇതിനെ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. എ സൈൻ ഇൻവേഴ്സ് ടി. ഇനി ഇത് ഈ കാണുന്നത് സൈൻ ഇൻവേഴ്സ് ടി എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിനെ എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം, ഇതിനെ വൈ സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ? മൈനസ് വൈ സ്ക്വയർ ബൈ വൈ ഇൻറ്റു എക്സ് ബൈ എക്സ് സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എക്സ് വൈ എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ, അതൊന്നും പ്രശ്നമില്ല. ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് കിട്ടുക. ഓക്കെ, 44ാമത്തെ ചോദ്യം നോക്കൂ. ഇത് നിങ്ങൾ ക്യാൻസലേഷൻ കൊടുത്തോളൂ. ഇത് ക്യാൻസൽ ആവുകയുള്ളൂ ഈ ചോദ്യം എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എ ബിയിൽ എഫ് കണ്ടിന്യൂസ് ആണ്. അത് കറക്റ്റ് ആണ്. റോൾസ് തിയറത്തിന്റെ ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. 5 വ്യവസ്ഥകളിൽ റോൾസ് തിയറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എ ബിയിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എഫ് കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി മൂന്നാമത്തതും വേണമെങ്കിൽ നമുക്ക് ഒരു സേഫ് സൈഡിന് പറയാം, അതും ശരിയാണ്. പക്ഷേ റോൾസ് തിയറം മീൻ വാല്യൂ തിയറത്തിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. നമ്മൾ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് പറയാറുള്ളത്. ഈ 0 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്നാണ് നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ എഴുതുക. അതിൽ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആവുന്നത് കൊണ്ടാണ് എന്താവുന്നത്? ഈ സാധനം 0 ആയി മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ എഴുതിയാലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. അപ്പൊ ഇതും കൂടെ വേണമെങ്കിൽ ശരിയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ ചെയ്താലും 4 തെറ്റാണ്, 5ഉം തെറ്റാണ്. 4 തെറ്റാന്ന് പറയാൻ കാരണം എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണുള്ളത്. പക്ഷെ എന്തല്ല, ഈക്വൽ ടു 0 അല്ല. ഈക്വൽ ടു 0 ഓൾവേസ് ആവണമെന്നില്ല. അങ്ങനെ ആവാം, അത് സ്പെഷ്യൽ കേസുകളാണ്. ചിലപ്പോൾ ആവാം, ആവാതിരിക്കാം. ബട്ട് ഡസൻ മാറ്റർ. പക്ഷെ അത് നമ്മുടെ ക്ലോസ് അല്ല, കണ്ടീഷൻ അല്ല. അപ്പൊ അത് തെറ്റാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0 ആവുന്ന എന്ന സമവാക്യത്തിന്റെ സാധൂകരിക്കുന്ന ഒരു പോയിന്റ് സി എ ബിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ടൈപ്പിംഗ് എറർ ആണ് ശരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന സമവാക്യം സാധൂകരിക്കുന്ന ഒരു സി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ പറയാം. അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ സ്പെസിഫിക്കലി എ എന്ന് പറഞ്ഞ എൻ പോയിന്റ് ആണ്. അത് 0 ആവണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റായത് കൊണ്ട് തന്നെ 4ാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ നമുക്ക് ഓപ്ഷൻസിൽ ഒന്നിലും ഉണ്ടാവില്ല. ഓപ്ഷൻ ഇപ്പോൾ എ ബി എ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത്
ഒബിയസ്ലി 5 ഉണ്ട്, 5 തെറ്റാണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൽ 1, 2 and 4 ഉണ്ട്, 4ഉം ഇവിടെ 4ഉം 5ഉം ഉണ്ട്, അത് എടുക്കാൻ പറ്റില്ല. ഇവിടെ 1, 2, 3, 4 and 5, 4, 5 നോട്ട് പോസിബിൾ. 1, 2, 3 and 4 പറയുന്നുണ്ട്, 4 ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുള്ള ചോദ്യമാണ്. ക്യാൻസലേഷൻ നിങ്ങൾ കൊടുത്തോളൂ, ക്യാൻസൽ ആയി പോവുകയുള്ളൂ കേട്ടോ. റൈറ്റ്. 45ാമത്തെ ചോദ്യം. ഇതിൻ്റെ മുകളിൽ ഒരു തർക്കം ഉണ്ടായിരുന്നല്ലോ എന്നല്ലേ ഗ്രൂപ്പിൽ, അല്ലേ? തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് കറക്റ്റാണ്. ഈ ക്വസ്റ്റ്യനിൽ യാതൊരു മിസ്റ്റേക്കും നമുക്ക് ആരോപിക്കാനായിട്ട് പറ്റില്ല. x=0യിൽ x² × cos x² എന്ന ഫംഗ്ഷന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷനിലെ 5ാമത്തെ ടേം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് x=0 എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇത് മെക്ലോറിൻ സീരീസ് ആണ്. ഓക്കെ, അപ്പൊ x=0യിലെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ x - x0ന്റെ എക്സ്പാൻഷൻ എടുക്കുമ്പോൾ ആ x0 0 ആയിട്ടാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുക. അപ്പോൾ x - 0 എന്ന് പറഞ്ഞാൽ എക്സിലുള്ള എക്സ്പാൻഷൻ എന്നാണ് അർത്ഥം. അതിൽ തെറ്റൊന്നുമില്ല. എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സിന് 0 കൊടുക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത് ഇപ്പോ അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, കാരണം cos x-ന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം, അല്ലേ? cos x-ന്റെ എക്സ്പാൻഷൻ അറിയാവുന്നതുകൊണ്ട് ഇത് അങ്ങനെ വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുള്ള സംഗതിയല്ല. cos x 1 - x²/2 ഫാക്ടോറിയൽ, അല്ലേ? അങ്ങനെയല്ലേ cos x എക്സ്പാൻഷൻ കൊടുക്കുക നമ്മൾ. cos x is 1 - x²/2 ഫാക്ടോറിയൽ പ്ലസ് x⁴/4 ഫാക്ടോറിയൽ മൈനസ് x�6/6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈവൻ ടേമുകളാണ് ഉണ്ടാവുക, അല്ലേ? ഇങ്ങനെയാണ് പോവുക. ഇതിലൂടെ cos x² എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം x² കൊടുത്തു കഴിഞ്ഞാൽ മതി. 1 - x²² x⁴/2 ഫാക്ടോറിയൽ പ്ലസ് x²⁴ x⁴/8/4 ഫാക്ടോറിയൽ മൈനസ് x⁴12/6 ഫാക്ടോറിയൽ. അല്ല, 5ാമത്തെ ടേം 1, 2, 3, 4 ഒരു ടേം കൂടി വേണം. പ്ലസ് ഇവിടെ x⁸8 വരിക, x⁸8 x⁻10 ആയിട്ട് മാറും. ഹലോ, x⁻10 അല്ലല്ലോ, x⁻16 ആയിട്ട് മാറും, അല്ലേ? x⁸8 16 ആയിട്ട്, 16/8 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര അങ്ങനെ പോകും, അല്ലേ? ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ ഞാൻ x² ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഒന്നും തന്നെ ചെയ്യാനില്ല. x² മൈനസ് x⁻6/2 ഫാക്ടോറിയൽ പ്ലസ് x⁻10/4 ഫാക്ടോറിയൽ മൈനസ് x⁻14/6 ഫാക്ടോറിയൽ പ്ലസ് x⁻18/8 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര അങ്ങനെ പോകും. 5ാമത്തെ ടേം 1, 2, 3, 4, 5. 5ാമത്തെ ടേം x⁻18/8 ഫാക്ടോറിയൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻസർ കീയിലും ഓപ്ഷൻ സി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 45ാമത്തെ ക്വസ്റ്റ്യനിലും മിസ്റ്റേക്ക് ഒന്നുമില്ല. 46ാമത്തെ ചോദ്യം നോക്കൂ. ഇത് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി 1/∞ മൈനസ് 1/∞ ആണ് വരിക. ഇത് ക്രോസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ഡി നോക്കിയിട്ടുണ്ടാവും. ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ ആരും ഞെട്ടരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മുമ്പ് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുത്. ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ട? ലിമിറ്റ് കൊടുത്ത് ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ 0/0 വരും, അല്ലെ? എൽഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യുക. ലിമിറ്റ് x → 0 1 - cos x ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈ ചെയ്യണം sin x പ്ലസ് x × cos x, അല്ലേ? എക്സിന് 0 കൊടുത്താൽ വീണ്ടും 1 - 1 0/0 ഫോം വരും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലിമിറ്റ് x → 0 sin x മുകളിൽ ഡിവൈഡഡ് ബൈ cos x താഴെ പ്ലസ് x cos x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x × -sin x പ്ലസ് cos x × 1, അല്ലേ? ഇനി ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തോളൂ. മുകളിൽ sin 0 0 ഡിവൈഡഡ് ബൈ താഴെ 1 0 1 3 കിട്ടും. It's 0. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 46ാമത്തെ ചോദ്യം. ഓക്കെ,
46-ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ സി ആണ്, സോറി ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത് കറക്റ്റാണ്, പി എസ് സി കൊടുത്തേക്കുന്നത് കറക്റ്റാണ്, പക്ഷെ ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി ഇല്ല. ഡി അവിടെ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 47-ാമത്തെ ചോദ്യം നോക്കൂ. ഇത് പിന്നെ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ് അല്ലേ. 6 ആരമുള്ളൊരു ഗോളത്തിന് ഉള്ളിൽ ആലേഖനം ചെയ്യാൻ പറ്റുന്ന പരമാവധി വ്യാപ്തമുള്ള സിലിണ്ടറിന്റെ ഉയരം 2r/√3. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് പ്രോബ്ലം ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, വോളിയം ബേസ്ഡ്. അപ്പോൾ 2r/√3 അത് കറക്റ്റ് ആണ്, അതിൽ ആൻസറിൽ മിസ്റ്റേക്ക് ഇല്ല. 47-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി തന്നെയാണ്. 48-ാമത് ചോദ്യം. ഒരു മിനിറ്റ്. ഓക്കെ, എങ്ങനെയാണ്? ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കുറച്ച് സമയം എടുക്കും ഒന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ടാൻജന്റ് dy/dx ആണ് സ്ലോപ്പ് വരിക. ഇറ്റ് ഇസ് 1/2 × √3x - 2 × 3 അല്ലേ. ആൻഡ് വിച്ച് ഇസ് സെയിം ആസ് സ്ലോപ്പ് ഓഫ് ദിസ് കർവ്. ഇതിന്റെ കർവിന്റെ സ്ലോപ്പ് എന്താ വരിക? -a/b ആണ് സ്ലോപ്പ്. -4/-2 ഇറ്റ് ഇസ് 2 എന്ന് കിട്ടും അല്ലേ. അത് ഇക്വേറ്റ് ചെയ്തോളൂ. 2 ആയിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്താൽ 3 is equal to 4 × √3x - 2 സ്ക്വയർ എടുക്കുക. 9 is equal to 16 × 3x - 2 ഡിവൈഡ് ചെയ്താൽ 9/16 + 2 = 3x അല്ല. എത്ര കിട്ടും? 9 + 32/16 is equal to 3x കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോ x = ഇത് 41 41/16 × 3. ഇനി അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക y കിട്ടാൻ വേണ്ടിയിട്ട്. y = √3 times 41/16 × 3 -2. രണ്ടും കട്ട് ചെയ്തോളൂ. √41 - 32/16 അത് 9/16 വരും. 3/4 എന്ന് കിട്ടും. ഓക്കെ, പോയിന്റ് കിട്ടി. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y - 3/4 is equal to 2 times x - 41/30 48 അല്ലേ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y - 3/4 is equal to 2x - 41/24 അല്ലേ. ഇനി ത്രൂ ഔട്ട് ഇക്വേഷൻ നമുക്ക് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ കിട്ടുക? 24y - 6 equal to 48x - 41. ഇതിനെല്ലാം കൂടെ കൊണ്ട് കൊണ്ടുവന്നോളൂ. 48 അല്ല, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ നല്ല 48x - 24y ഇതെങ്ങോട്ട് കൊണ്ടുവന്നാൽ 23 വരും അല്ലേ. ഈക്വൽ ടു 23. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. കറക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. ഓപ്ഷൻ എ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 48-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് 48 ടാൻജന്റ് ഇക്വേഷൻ. 49-ാമത്തെ ചോദ്യം ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇതിന്റെ ആൻസർ കിട്ടില്ല നമുക്ക്. അല്ലേ, ഇതിന്റെ ആൻസർ എന്താ കിട്ടുന്നത്? ഇത് കറക്റ്റ് ആൻസർ ഇല്ലല്ലോ. ഓപ്ഷനിൽ ആൻസർ ഇല്ല. അങ്ങനെയല്ലോ കൊടുത്തത് നിങ്ങൾ.
ക്യാൻസൽ ചെയ്യാൻ? എനിക്ക് തോന്നുന്നത് അതിൽ 1/6 ആണ് ആൻസർ കിട്ടാൻ തോന്നുന്നു അല്ലേ? ഡി ആണോ ആൻസർ വരിക? 49. ഡി കിട്ടുമോ ആൻസർ? വൺ ബൈ സിക്സ് അല്ലേ ആൻസർ കിട്ടണേ? ഡി കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെയ്ത് വെച്ചപ്പോൾ 1/6 ആണ്. നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. 8a² / 3m³ എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ആൻസർ കീയിൽ ഡി ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ഒന്ന് ട്രൈ നോക്കാം. അത് ഫിഗർ വരച്ചിട്ട് ഒന്ന് ട്രൈ നോക്കാം കിട്ടുമോ എന്നുള്ളത്. y = x എങ്ങനെയാണ് പോവാ? ഇങ്ങനെയല്ലേ പോവാ? y = x - x. y = -x ഇങ്ങനെയാണ് പോവുക. x1 വരുമ്പോൾ y - 1, x-1 വരുമ്പോൾ y + 1. ഓക്കെ, ദിസ് ഇസ് y = x. പിന്നെ പരാബോള x² + y = 2 ആണ്. ഇതിൽ മുകളിലേക്കാണ് വരയ്ക്കേണ്ടത്. ഇവിടെ 1, ഇവിടെ 1, 1, 1ലാണ് മീറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y 2 ആണ് വരിക. എക്സിന് 0 കൊടുക്കുമ്പോൾ y 2 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെയാണ് ഒരു പോയിന്റ് ഉണ്ടാവുക, 0, 2. ഓക്കെ, പിന്നെ yക്ക് 0 കൊടുത്താലോ? yക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ x² = 2 എന്ന് കിട്ടും. x = √2 എന്നാണ് കിട്ടുക. സോറി, 0 ഇവിടെ അല്ലേ പോയിന്റ് വരിക? 0 ഇവിടെയാണ് പോയിന്റ് വരിക. 0 sorry for the trouble. ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. നമുക്ക് ഈ പരാബോള അല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ √2 വരിക വാല്യൂ. √2. സപ്പോസ് ഇവിടെയാണ് √2 വരുന്നെങ്കിൽ √2 0യും പിന്നെ -√2 0യും വരും അല്ലേ? ഇനി yക്ക് 0 കൊടുത്താൽ എക്സിന് √2 കിട്ടും. ഇനി വേറെ ഏതാ പോയിന്റ് കിട്ടേണ്ടത് നമുക്ക്? ഏത് ഫോർമാറ്റിൽ എങ്ങനെയല്ലേ ഉണ്ടാവുക പരാബോള? എന്താ കുഴപ്പമുണ്ടല്ലോ? എന്താ കുഴപ്പമുണ്ടല്ലോ? ഞാൻ ചെയ്ത തന്നെയാണ് കുഴപ്പം അല്ലേ? അങ്ങനെയാണോ കിട്ടാം? ലൈക്ക് ദിസ്, vertex 0, 2 ഇങ്ങനെയാണോ വരിക? അങ്ങനെയാകുമ്പോൾ ഇതല്ലേ നമ്മുടെ ഏരിയ എന്ന് പറയണേ? ഈ കാണുന്നതാണ് നമ്മുടെ റീജിയൻ അല്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ റീജിയൻ.
area under the curve minus area under the line ചെയ്താൽ മതി. അപ്പോൾ എഴുതണം നമ്മൾ ഇന്റഗ്രൽ ഈ പോയിന്റുകൾ ഏതാ നോക്കണം അല്ലേ. ആ പോയിന്റ് y ഈക്വൽ ടു മൈനസ് എക്സ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് എക്സ് ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയർ എന്തുകൊണ്ടെന്നാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇതിന് പോസിറ്റീവ് കൊടുക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1 y ഈക്വൽ ടു 2. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു മൈനസ് 1 എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു മൈനസ് 1 ഒരു പോയിന്റ് എക്സ് ഈക്വൽ ടു 2 ഒരു പോയിന്റ്. അങ്ങനെയായിരിക്കും. ഇവിടെ ആയിരിക്കും 2 വരിക അല്ലേ. പ്ലസ് 2 ഇവിടെ മൈനസ് 1. അപ്പോൾ എക്സ് മൈനസ് 1 മുതൽ 2 വരെ y dx കർവ് മൈനസ് ഇന്റഗ്രൽ മൈനസ് 1 ടു 2 വരെ y dx. ഇത് പരാബോള, ഇത് എലിപ്സ്, സോറി ലൈൻ. ഇന്റഗ്രൽ മൈനസ് 1 ടു 2 മൈനസ് എക്സ് സ്ക്വയർ dx മൈനസ് മൈനസ് എക്സ് മൈനസ് 1 ടു 2. ലിമിറ്റ് കറക്റ്റ് അല്ലടോ, ലിമിറ്റ് കറക്റ്റ് അല്ലേ വരിക. ഇന്റഗ്രേറ്റ് ചെയ്താൽ 2x മൈനസ് 2 സോറി എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം മൈനസ് 1 ടു 2 പിന്നെ മൈനസ് മൈനസ് പ്ലസ് ആവും എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം മൈനസ് 1 ടു 2. എന്താ കിട്ടുന്നത്? 4 മൈനസ് 4 ബൈ 2 2 മൈനസ് മൈനസ് 2 മൈനസ് 1 ബൈ 2 പ്ലസ് ഇവിടെ 4 ബൈ 2 മൈനസ് 1 ബൈ 2 എന്താ പറയുക 2 മൈനസ് 5 ബൈ 2 പ്ലസ് 5 ബൈ 2 വരും. 5 ബൈ 2 ഇത് 3 ബൈ 2 പ്ലസ് 3 ബൈ 2. അപ്പോൾ 8 ബൈ 2 2 പ്ലസ് 8 ബൈ 2 8 by 2 is 4 6. ആണ് ആൻസർ കേട്ടോ. എന്തായാലും ഇതിൽ ആൻസർ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ ചെയ്തപ്പോൾ 8/1/6 എനിക്ക് ആൻസർ കിട്ടിയത് കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് 1/6 ആണ് ആൻസർ കിട്ടിയത്. ഞാൻ ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. 8 എക്സ് ക്യൂബ് ഏതോ എക്സ് ക്യൂബ് ഓക്കെ 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 റൈറ്റ് 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 എക്സ് സ്ക്വയർ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ അല്ലേ. ശരി 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 ഓക്കെ 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 എക്സ് ക്യൂബ് ബൈ 3 എക്സ് ക്യൂബ് ബൈ 3 4 മൈനസ് 8 ബൈ 3 മൈനസ് minus 2 plus 1 by 3 plus 4 by 2 minus 1 by 2. This 12 minus 8 by 3 minus 5 by 3 plus 3 by 2. That 5 by 3 plus 5 by 3 plus 3 by 2. This is 10 by 3. 10 by 3. 10 by 3 കിട്ടുമോ? ശരിയാണോ? മിസ്റ്റേക്ക് ഉണ്ടോ ചെയ്താൽ? 10 by 3 plus 10 by 3 plus 3 by 2. ഇത് എങ്ങനെയായി പോകണല്ലേ? 20 plus 9 by 6. 29 by 6 ആണ് ആൻസർ വരുന്നത്.
ഞാൻ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യുന്നില്ല അവിടെ ഇവിടെയൊക്കെ. ശരി 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 ശരി. 4 ഇപ്പം 9. 9/3. 9/3 is 3. 3 plus 3/2. ആഹാ, 9/2 ആണല്ലോ ആൻസർ വരുന്നത്. ഇപ്പം കറക്റ്റ് ആണോ? 9/2 ആണോ ആൻസർ വരുന്നത്? PSC 9/2 എന്നാണ് പറയുന്നത് കേട്ടോ. PSC 9/2 എന്ന് തന്നെയാണ് ആൻസർ പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് PSC പറയുന്ന ആൻസർ. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആവാനാണ് സാധ്യത. ക്യാൻസലേഷൻ കൊടുത്താലും മാറിപ്പോവാൻ സാധ്യതയില്ല. ഓക്കെ, ഇപ്പൊ 49ന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. റൈറ്റ്. 50ാമത്തെ ചോദ്യം നോക്കൂ. 50 സ്പെരിക്കൽ കോർഡിനേറ്റ്സ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സ്പെരിക്കൽ കോർഡിനേറ്റ്സ്, സ്പിയറിന്റെ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ x² + y² + z² is equal to r². ഈ സ്പിയറിന്റെ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ എഴുതുക x = rho sin phi cos theta, y = rho cos phi cos theta. Rho sin phi sin theta, rho sin phi sin theta, and z is rho cos phi. ഇതാണ് നമ്മുടെ കൺവേർഷൻ. പോളാർ കോർഡിനേറ്റ്സ്, സ്പെരിക്കൽ കോർഡിനേറ്റ്സിലേക്കുള്ള കൺവേർഷൻ ഇതാണ്. അപ്പോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. rho² sin² phi cos² theta plus rho sin phi sin theta -1 the whole square plus rho² cos² phi = 1. rho² sin² phi cos² theta plus rho² sin² phi sin² theta plus 1 minus 2 rho sin phi sin theta sin theta ആണ് കേട്ടോ. കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കരുത്. rho² cos² phi = 1. ഇവിടുത്തെ ഈ 1ഉം ഈ 1ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞോളൂ. പിന്നെ ബാലൻസ് വരിക rho² sin² phi. ഇതിലെ rho² sin² phi നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. rho² sin² phi cos² theta plus sin² theta അത് 1 എന്ന് വരും. പ്ലസ് rho² cos² phi ഉണ്ട്, -2 rho sin phi sin theta ഉണ്ട്. That's equal to 0. ഇങ്ങനെയാണ് കിട്ടുക. Again this is sin² phi cos² phi 1 ആയതുകൊണ്ട് ഇത് rho² എന്ന് വരും. rho² -2 rho sin phi sin theta equal to 0. ഒരു റോ ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ റോ ഈക്വൽ ടു ഫൈനൽ ആൻസർ എഴുതുമ്പോൾ റോ ഈക്വൽ ടു 2 sin phi sin theta. 2 sin phi sin theta. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അത് ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 50ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. 51ാമത്തെ ചോദ്യം നോക്കൂ. സുപ്രീമം ഓഫ് 1 - 1/n. 1 - 1/n സുപ്രീമം n belongs to n. എന്താ വരിക? സുപ്രീമം will be 1.
കാരണം സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി 1/∞ വിൽ ബി 0. അപ്പോൾ മാക്സിമം വാല്യൂ 1 ആണ് കിട്ടുക. ഓപ്ഷൻ സി അത് കറക്റ്റ് ആണ്. ആൻസർ കീയിലും ഓപ്ഷൻ സി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 51. അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അടുത്തത് 52. 52 താഴെ കൊടുത്തിരിക്കുന്നവയിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റിന് ഉദാഹരണം. 0-നും 1-നും ഇടയിൽ വരുന്ന റിയൽ നമ്പറുകളുടെ ഗണമാണ് അൺകൗണ്ടബിൾ അല്ലേ? 0, 1ന്റെ ഇടയ്ക്ക്, അത് ക്ലോസ്ഡ് ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും ഇന്റർവൽ 0, 1ന്റെ ഇടയ്ക്ക് വരുന്ന റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ. 52. 53. Sn is -1/n+1. ഇതിന്റെ ലിമിറ്റ് പോയിന്റുകളായി സെറ്റ് എങ്ങനെയാണ് വരിക? 0 to 0 to അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ലിമിറ്റ് പോയിന്റുകളാണ് ഇതിലുണ്ടാവുക. 53ാമത്തെ ചോദ്യവും ഓപ്ഷൻ ബി ആണ്. അതിലും തെറ്റൊന്നുമില്ല. റിയൽ അനാലിസിസ് നമ്മൾ വലിയ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് വേണേൽ പറയാം അല്ലെ. 54. പി സീരീസ് കൺവേർജന്റ് ആവുന്നത് എപ്പോഴാണ്? പിയുടെ ഏത് വാല്യൂനാണ്? P greater than 1-നാണ് കൺവേർജന്റ് ആവുക. P greater than 1-നാണ് കൺവേർജന്റ് ആവുക പി സീരീസ്. അതും കുഴപ്പമില്ല. 54ാമത്തെ ആൻസറും ഓപ്ഷൻ എ തന്നെയായിരുന്നു. 55. ഇത് നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന ചോദ്യമാണ്. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്, കൺവേർജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൺവേർജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് കൺവേർജൻ സീരീസ് അല്ല, ഇത് ഡൈവേർജൻ സീരീസ് ആണ്. σ1 to ∞ 1/n+1ന്റെ റൂട്ട്. ഇത് an ആയിട്ട് നിങ്ങൾ 1/√n+1 ചൂസ് ചെയ്തോളൂ. bn ആയിട്ട് 1/√n ചൂസ് ചെയ്യുക. ലിമിറ്റ് n tends to ∞ an/bn എടുക്കുക, which is 1 എന്ന് കിട്ടും. ലെസ് ദാൻ എന്താണ് നോൺ സീറോ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി അല്ലേ? നോൺ സീറോ ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എന്ത് പറയാം നമുക്ക്? an and bn may converge or diverge together. ഇനി സിഗ്മ bn നോക്കുക. സിഗ്മ bn is 1/n⁻². P series with P equal to 1/2 less than 1 ഡൈവേർജന്റ് ആണ്. അപ്പോൾ ഇത് ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരം. ഇത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുള്ള ചോദ്യമാണ്. സോൾഡ് ആയിട്ടുണ്ട് അല്ലേ? ബാറ്റ്ലിയുടെ ബുക്കിൽ സോൾഡ് ആയിട്ടുണ്ട്. പിന്നെ 56ാമത്തെ ചോദ്യം, ഇതും വലിയ കുഴപ്പമുള്ള ചോദ്യങ്ങളല്ല. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ള കണ്ടിന്യൂസ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. 56ാമത്തെ ചോദ്യം ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് അല്ല. ഇത് ക്യാൻസൽ ചെയ്യല്ല, അത് ചേഞ്ച് ആവുക. ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യാൻ കൊടുക്കണ്ട, ചേഞ്ച് ചെയ്യാൻ കൊടുത്താൽ മതി. ഇത് ചേഞ്ച് ആയിട്ട് കിട്ടും. നമ്മൾ ചേഞ്ച് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞത് ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ മറ്റുള്ളവർ ക്യാൻസൽ തന്നെയാണ്. ആകെ 2 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചേഞ്ച് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു ഇത്ര നേരം ചെയ്താലും. 56ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ തന്നെയാണ്. 56 കറക്റ്റുള്ളൂ. ഓപ്ഷൻ ഡി ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ കറക്റ്റ് ആക്കാം. അത് ക്യാൻസൽ ചെയ്യില്ല കേട്ടോ, ക്യാൻസൽ ചെയ്യില്ല, നിങ്ങൾ പഠിക്കണ്ട. എല്ലാം പറഞ്ഞു ഇന്നത്തെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. 57 ഇത് നിർത്താട്ടോ, കുറച്ച് കഴിഞ്ഞ് ചെയ്യാൻ നീ. ഇതിന്റെ ബാക്കി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, റീമാൻ ഇന്റഗ്രബിൾ ആണ്. റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആണ്. പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആണ്. സ്റ്റെപ്പ് ഫംഗ്ഷനും റീമാൻ ഇന്റഗ്രബിൾ ആണ്. ഇതെല്ലാം ശരിയാണ്, ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ? ഇവയെല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ആൻസർ കീയിലും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് ക്യാൻസലേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വരും. അതൊക്കെ വെരിഫൈ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല. അത് 30-ാം തീയതി 31-ാം തീയതി കഴിഞ്ഞല്ലേ? 10-ാം തീയതി ആയില്ലേ? ഇപ്പോൾ സമയം എടുക്കും.
ഇത് 57. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരിക. 58ാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷേ ഇതിൽ ഓപ്ഷൻസ് ആബൽസ് ടെസ്റ്റ് ആണ് അബ്സല്യൂട്ട് കൺവേർജൻസിന് ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. ഉപയോഗിക്കാത്തതാണ്. അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് നമ്മൾ റൂട്ട് ടെസ്റ്റും റേഷ്യോ ടെസ്റ്റും ഇന്റഗ്രൽ ടെസ്റ്റും ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ആബൽസ് ടെസ്റ്റ് ഇതിനെ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. കണ്ടീഷണൽ കൺവേർജൻസിന് യൂസ് ചെയ്യുന്നതാണ് ആബൽസ് ടെസ്റ്റ് ശരിക്കും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയില്ല. കുറേ പേരൊക്കെ ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആബൽസ് ടെസ്റ്റ് അബ്സല്യൂട്ട് കൺവേർജൻസിന് ഉപയോഗിക്കാത്ത ഒരു ടെസ്റ്റാണ്. എന്തായാലും കൊടുത്തു നോക്കാം വേണമെങ്കിൽ. അതെ, അങ്ങനെയാണ് നമ്മുടെ ഏത് ടെസ്റ്റാണോ ടെസ്റ്റ് ചെയ്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഈ ടെക്സ്റ്റ് അല്ല, മാത്തമാറ്റിക്കൽ അനാലിസിസ് അല്ല. എന്നാലും നിങ്ങൾ കൊടുത്തു നോക്കൂ. റെഫറൻസ് കിട്ടുന്നത്, അതായത് റൂട്ട് ടെസ്റ്റും റേഷ്യോ ടെസ്റ്റും ഇന്റഗ്രൽ ടെസ്റ്റും നമ്മൾ എന്തിനു യൂസ് ചെയ്യും? അബ്സല്യൂട്ട് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യും. ആബൽസ് ടെസ്റ്റ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല യൂസ് ചെയ്യുന്നത്. ഞാനൊന്ന് റെഫറൻസ് നോക്കട്ടെ ടെക്സ്റ്റ്, വേറെ ഏതെങ്കിലും ടെക്സ്റ്റിൽ ഇത് റെഫറൻസ് ആയിട്ട് പറയുന്നുണ്ടോ എന്നുള്ളത്. ശാന്തിനാരായണ ടെക്സ്റ്റിൽ ആബൽസ് ടെസ്റ്റ് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ യൂസേജ് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ല. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. നോക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ആവാനാണ് സാധ്യത. ചിലപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്യും, മറ്റതൊക്കെ യൂസ് ചെയ്യും. ആബൽസ് ടെസ്റ്റ് യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം റെഫറൻസ്. ചെയ്യാത്തതല്ലേ നമ്മളോട് ചോദിച്ചിട്ടില്ല. 59 ഇതിന് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അത്ര വലിയ കുഴപ്പമുള്ള പ്രശ്നങ്ങളല്ല. അതായത് ഇപ്പോൾ x⁴ ആണ് -16 വരേണ്ടത് അല്ലേ? ഇതിൽ ഏതിൻ്റെ 4th റൂട്ടാണ് -6 അല്ലെങ്കിൽ 4th പവറാണ് -1 കിട്ടുക എന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ചെക്ക് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്തേ? ഞാൻ ഓപ്ഷൻസ് നിന്ന് ആണ് ആൻസർ എടുത്തത് കേട്ടോ. ഓപ്ഷൻസ് നിന്നാണ് ഞാൻ ആൻസർ എടുത്തത്. സ്ക്വയർ ചെയ്ത് ക്യൂബ് എടുത്ത് 4th റൂട്ട് എടുത്ത് നോക്കുകയാണ്, മീൻസ് 4th പവർ എടുത്ത് നോക്കുകയാണ് ചെയ്തത്. ഇതിൽ ഓപ്ഷൻ എയിൽ ഇപ്പോൾ √2 × -1 - i⁻²2 ആദ്യം എടുത്ത് നോക്കുക. 2 എടുത്തു കഴിഞ്ഞാൽ 2 × പിന്നെ 1 + i² വരിക. അത് 1 - 2i - 1 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ -2i എന്ന് കിട്ടും. വീണ്ടും ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, all⁻² കിട്ടും. ഇറ്റ് ഇസ് ഇതിലിടും കുഴപ്പം. ഇവിടെ ദിസ് ഇസ് 4i അല്ലേ? 16 -16 കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അതല്ലെങ്കിലും വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാം. കോംപ്ലക്സ് റൂട്ട് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. e⁻i⁻θ ഒക്കെ വെച്ചിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റിയിട്ടും ചെയ്യാം. അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റിയിട്ടും ചെയ്യാം. റൂട്ട് എടുക്കുമ്പോൾ ആദ്യം 4i എന്ന് കിട്ടും. 4iയുടെ പവർ എടുത്തിട്ട് അങ്ങനെ നോക്കി ചെയ്താലും മതി, അങ്ങനെ കുഴപ്പമില്ല. എന്തായാലും 59 ആൻസർ ഓപ്ഷൻ എ ആണ്. അതിൽ മിസ്റ്റേക്കുകളൊന്നുമില്ല. പിന്നെ അടുത്തത് 60. റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആയ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് എഫ് എങ്കിൽ എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എഫ് റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ, അത് അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. 60 ഡി തന്നെയാണ് ആൻസർ വരിക. അതിലും മിസ്റ്റേക്ക് ഒന്നുമില്ല. പിന്നെ 61 യൂണിറ്റ് വെക്ടർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് വെക്ടർ ആക്കാൻ 2i + 4j + 5k താഴെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്താൽ മതി. 4 + 16 + 25 എന്ന് പറഞ്ഞാൽ √45 വരും. 45നെ നമുക്ക് 9 × 5 എന്ന് എഴുതാം. 3√5 കിട്ടും അല്ലേ? 2i + 4j + 5k / 3√5. ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് കറക്റ്റ് ആണ്.
അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല. 61 ഓപ്ഷൻ ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 62ാമത്തെ ചോദ്യം നോക്കൂ. 62ാമത്തെ ചോദ്യം, ഇത് ക്യാൻസലേഷന് കൊടുത്തോളൂ നിങ്ങൾ. കാരണം ഇത് ശരിക്കും ഒരു JEE ചോദ്യമാണ്, മീൻസ് എൻട്രൻസ് എക്സാമിൻ്റെ ചോദ്യമാണ്. സാധാരണ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ ചോദ്യമാണ് ശരിക്കും. ഇത് പൊസിഷൻ വെക്ടറുകൾ വന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പൊസിഷൻ വെക്ടർ ഇല്ലാത്തത് കൊണ്ട് ഇത് കിട്ടില്ല കറക്റ്റായിട്ട്. കൊളീനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൊസിഷൻ വെക്ടറുകളാണെങ്കിൽ അവിടെ നമ്മൾ AB-യും BC-യും കണ്ടുപിടിച്ചിട്ട് നമുക്കവിടെ ബീറ്റയുടെ വാല്യൂ പറയാം. അപ്പോഴാണ് കറക്റ്റായിട്ട് ബീറ്റയുടെ വാല്യൂ -20 -40 എത്രയുടെ ആൻസർ കീയിൽ പറഞ്ഞിടുന്നത്. 62ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി, -40 കിട്ടുക. അതായത് A എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ആണ് 60i + 33j. B എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ആണ് 40i - 8j. ആൻഡ് C എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ആണ് βi - 52j. അവിടെ AB എന്ന് പറഞ്ഞ വെക്ടർ നിങ്ങൾ കണ്ടുപിടിക്കുക. AB എങ്ങനെ വരിക? -20 -20i - 11j. അതുപോലെ തന്നെ AC കണ്ടുപിടിച്ചോളൂ. AC കണ്ടുപിടിക്കുമ്പോൾ β - 60i പിന്നെ -0 -52 -3 പറഞ്ഞാൽ -55 -55j. ഇനി ഈ രണ്ട് വെക്ടേഴ്സും കൊളീനിയർ ആണ് എന്നാണ് പറയുക. ഇത് കൊളീനിയർ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും, കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, β - 60 by -20 is same as -55 by -11. ഇത് 5 എന്ന് കിട്ടും ഇവിടുന്ന്. ഓക്കെ, 5 എന്ന് കിട്ടും. അപ്പോൾ β - 60 is equal to 5 into 20. This will be -100 അല്ലേ, -100. Therefore beta is -40. ഇങ്ങനെയാണ് ശരിക്കും ഇതിന്റെ ആൻസർ -40 വരുന്നത്. പക്ഷെ ഇവിടെ പൊസിഷൻ വെക്ടറുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല, വെക്ടറുകൾ കൊളീനിയർ ആണെന്നാണ് പറഞ്ഞത്. വെക്ടറുകൾ കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് വെക്ടറുകൾ കൊളീനിയർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കേണ്ടി വരും അല്ലേ. പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടില്ല, എടുക്കാൻ പറ്റില്ല വെക്ടേഴ്സ്. അത് തെറ്റാണ്. ഇത് ക്യാൻസൽ ചെയ്യേ നിവർത്തിയുള്ളൂ. ക്വസ്റ്റ്യൻ എറർ ആണെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാനേ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ എറർ എന്നേ പറയാൻ പറ്റും, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടില്ല. ഇതായിരുന്നു എൻ്റെ കറക്റ്റ് മാർഗം. ഒറിജിനൽ ക്വസ്റ്റ്യൻ ഇതാണ്, അതൊക്കെ എനിക്ക് കിട്ടി. 63ാമത്തെ ചോദ്യവും ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാനായിട്ട് കൊടുത്തോളൂ. കൊല്ലനാർ വെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പഠിക്കുന്നില്ല അല്ലേ. ഉദ്ദേശിച്ചത് കോപ്ലാനാർ ആയിരിക്കും. കോപ്ലാനാർ ഊഹിച്ചൊന്നും ഇത് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് നമ്മൾ എഴുതി വെച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ റെഫറൻസ് എഴുതുമ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചാൽ മതി. എഴുതി വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ റെഫറൻസ് ചെയ്താൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇത് എഴുതി വെച്ചാൽ മതി. എഴുതി വെച്ചിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റ് റെഫറൻസ് വെറുതെ കൊടുത്താൽ മതി കേട്ടോ. SCRT ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് റെഫറൻസ് വെറുതെ കൊടുത്താൽ മതി. ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക എന്നുള്ളത് എഴുതി വെച്ചോളൂ. ക്വസ്റ്റ്യൻ എററാണ്. അതുപോലെ തന്നെ ഇതും ക്വസ്റ്റ്യൻ എററാണ്. ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പ്രതീക്ഷിച്ചിരിക്കണ്ട. കൊല്ലനാർ എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടർ ഒന്നും ഇല്ല. ഇത് കോപ്ലാനർ ആണെന്ന് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പല ആളുകൾ. അത് നമ്മൾ ആ മാർക്ക് കൗണ്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 64ാമത്തെ ചോദ്യം എന്താ? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അല്ലേ. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ r' by norm r' ആണ് നമ്മുടെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. r' ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. x'(2t) into i പ്ലസ് ഇത് 4j, ഇത് ശരിക്ക് -4t² എന്ന് എഴുതിയാൽ മതി. അപ്പോൾ -8t എന്ന് കിട്ടും അല്ലേ. ഇതും ക്വസ്റ്റ്യൻ എററാണ്, ക്യാൻസൽ ആവാനാണ് സാധ്യത. ഇത് ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾ കൊടുത്തേക്കണം.
ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് √2t the whole square plus 4 square plus minus 8t the whole square. So that is equal to t ക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4i plus 4j minus 16k divided by root of 4 square 16 plus 16 plus 16 square വരും അല്ലേ 16 square, that is 4i plus 4j minus 16k divided by 4 into root of 1 plus 1 plus 16 ആണ് കിട്ടുക. ഇത് √18 വരും. അപ്പോൾ ഇവിടെ 4 കട്ട് ചെയ്ത് കളയാൻ നമുക്ക് i plus j minus 4k divided by ഇതെന്താ കിട്ടുക, ഇത് 16 18 വരും. 18 എന്ന് പറഞ്ഞാൽ 3√2. ഇതാണ് ശരിക്കും യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കിട്ടുക. അപ്ലോഡ് ചെയ്യും കേട്ടോ, അപ്ലോഡ് ചെയ്യും. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഈ ക്വസ്റ്റിനും എററാണ്. ശരിക്കും ഇത് ഇങ്ങനെ ആവില്ല, വേറെ എന്തെങ്കിലും എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കേട്ടോ, അല്ലെ t² t³ അപ്പോൾ മാറ്റം ഉണ്ടാവും. ഇതും ക്വസ്റ്റ്യൻ എററാണ്, ക്വസ്റ്റ്യൻ എററാണ്. ഇതൊന്നും ക്യാൻസലേഷന് കൊടുത്തോളൂ. 64 65 കറക്റ്റാണ് അല്ലേ. dr by dt എന്നാ വരുന്നത്, കൂടെ കഴിഞ്ഞാൽ നിർത്താട്ടോ, അതേ നേരം ഇരിക്കാൻ പറ്റില്ല. 5a e raised to 5t minus 5b e raised to minus 5t d square r by dt square 25a e raised to 5t plus 25b e raised to minus 5t. But d square r by dt square minus 25r equal to 0 എന്ന് കിട്ടുക. ഇത് കറക്റ്റ് ചോദ്യം. ഇതൊക്കെ ഓക്കെയാണ്. നമ്മൾ എഴുതിയ പ്രൂഫ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ടെക്സ്റ്റ് റെഫറൻസ് കൂടെ കൊടുത്താൽ മതി. ഇന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന പേജിൽ ഇന്ന നമ്പറിലാണ് ഞങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചത്, അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ. കോംപ്ലിമെന്ററി സൊല്യൂഷൻ ആണ്, ഡയറക്റ്റ് അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഡയറക്റ്റ് സോൾവ് ചെയ്തെടുത്താലും മതി, ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 65 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് കിടക്കട്ടെ. കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര പെയിനും ഒരു തലയ്ക്ക് കനവുണ്ട്. ഞാനിതിൻ്റെ PDF അപ്ലോഡ് ചെയ്യാം കേട്ടോ. PDF ഞാൻ അപ്ലോഡ് ചെയ്യാം. റെഫറൻസ് വെക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതിയിട്ട് വെക്കുക, അതൊന്നും കൊണ്ട് കോപ്പി ചെയ്ത് വെക്കരുത്. സ്വന്തമായിട്ട് എഴുതിയിട്ട് പേപ്പറിൽ എഴുതിയിട്ട് അത് PDF ആയിട്ട് വെച്ചാൽ മതി. അതിൻ്റെ നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് പഠിച്ച ടെക്സ്റ്റ് ബുക്ക് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.